എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനിനാടൻ ചിക്കൻ റോസ്റ്റ് ആണ്. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് നേരമൊന്നും ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യവുമില്ല. 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇനി നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കായിട്ടുള്ള മസാലകൾ കൂടെ നമുക്കൊന്ന് എടുത്തു വെക്കാം. ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനായിട്ട് കുറച്ച് മസാലകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യമേ നമുക്ക് 2 സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി, അതുപോലെ ഒരു 10 എരിവെള്ള മുളക്, ഒരു 8 എണ്ണം കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാശ്മീരി മുളക് കൈവശം ഇല്ലെങ്കിൽ ഒരു 15 വറ്റൽമുളക് എടുക്കാവുന്നതാണ്. അതുപോലെ 1 ടീസ്പൂൺ അളവില് കുരുമുളക്, ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 6 ഗ്രാമ്പു, 1 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, 3 കഷ്ണം കറുവപ്പട്ട, ഒരു മുറിയുടെ അരഭാഗം നാളികേരമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഇത്രയും നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന നാളികേരത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഏലക്ക 10 എണ്ണം എന്ന് പറയുന്നത് വളരെ ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ഏലക്ക വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതിയാകും കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇനി മസാലകൾ വറുത്തെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. ഇതുപോലെ മസാലകളൊക്കെ വറുത്തെടുക്കാനായിട്ട് അയൺ പാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. മല്ലിയും മുളകൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നാളികേരമൊന്നും ഒരുപാടൊന്നും കരിഞ്ഞു പോകുന്ന വിധത്തിലല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. മുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇമങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്. 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളൊക്കെ ഒന്ന് മൂപ്പായി വരും. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. ഈ സമയത്ത് നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ടാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കാശ്മീരി മുളക് കൂടെ ചേർക്കുന്നത്. 1 സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ മസാലകളുടെ ഒന്ന് ചൂടാറി വരണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാലകളുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഓവറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മസാലകള് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേസിന് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ചതച്ച മസാലകൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് മസാലയിൽ നിന്നും വരുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് ഞാനിവിടെ മസാല മുഴുവനും തന്നെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നേരത്തെ തന്നെ തലേദിവസമൊക്കെ തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഒന്ന് മാറ്റി വെക്കുവാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റിയെടുക്കാനായിട്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഉരുളി ഇനി ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 ബോൾ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 3 സവാളയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യമേ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള കൂടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർക്കാം. സവാള ചേർത്ത് നല്ലോണം തന്നെ നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം സവാള ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഈ ഒരു രീതിയിലേക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർക്കാം. ചിക്കൻ പീസുകൾ ചേർത്താൽ ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഈ ഒരു പാത്രം കൊണ്ട് തന്നെ നമുക്കൊന്ന് മൂടി കൂടെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ചെറിയ തീയിലേക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങി വരും. ആ ഒരു വെള്ളം കൊണ്ട് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. അതുപോലെ ചിക്കനും ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ
വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ പീസുകൾ വെന്ത് കിട്ടാനായിട്ടാണ്. ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ ധാരാളം വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പീസുകൾ വെന്തിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് വെച്ച് മസാലകളെല്ലാം ചിക്കനിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്താണ് ചിക്കൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കേണ്ടത്. മസാലകളൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം. ചിക്കനിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ പീസുകളൊന്ന് മുരിച്ചെടുക്കാനായിട്ടും. ഇപ്പോൾ ചിക്കനിൽ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ തീയിലിട്ട് ചിക്കൻ ഒന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കുവാണ്. മാക്സിമം ഒരു 20 മിനിറ്റ് തന്നെ നമുക്ക് മതിയാകും ചിക്കൻ പീസുകൾ ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടും. അതും ചെറിയ തീയിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈം എടുക്കുന്നത്. ഫ്ലെയിം വെച്ച് ചെയ്യുവാണെങ്കിൽ കഷ്ണങ്ങൾ പെട്ടെന്ന് മുരിയാതെ പോകും. അതുപോലെ നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലകൾ വളരെ തന്നെ കരിഞ്ഞും പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ടും. നിങ്ങൾ എടുക്കുന്ന നോൺ സ്റ്റിക് പാൻ ഒക്കെ ആണെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഉരുളി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം നമുക്കിതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ടും. ചിക്കൻ പീസുകളൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി അരച്ച് ചേർക്കണം. അങ്ങനെ നമ്മൾ 2 തക്കാളി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് നമുക്ക് തക്കാളിയും കഷ്ണങ്ങളായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ മസാലയിൽ കിടന്ന് ഒന്നും കൂടെ കഷ്ണങ്ങളൊന്നും മൊരിഞ്ഞു കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ചും കൂട്ടി വെച്ചും നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ലവണ്ണം തന്നെ മുരിവായൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറിവേപ്പില ചേർക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.